പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരാണ് പറഞ്ഞത് ഭൂമി നിങ്ങൾക്ക് മടക്കി തരാമെന്ന്. വഖഫ് ബോർഡ് നിങ്ങളുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ ഭൂമിയും, ഇനി സ്ഥാപനങ്ങളുണ്ടോ, സ്ഥാപനങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് മടക്കി നൽകും. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് നമ്മുടെ ഭൂമിയും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും നമ്മുടെ അഭിമാനവും സംരക്ഷിക്കുക എന്നത്. സ്വത്തിൽ ഭൂമി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തായിരുന്നോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നമ്മളോട് പറഞ്ഞിരുന്നത്, അതെല്ലാം ഒന്നില്ലാതെ പ്രാവർത്തികമാക്കിയ ചരിത്രത്തിലാണ് മോദി സർക്കാർ നിൽക്കുന്നത്. ആദ്യം നരേന്ദ്രമോദിയെ പൂരത്തെറി പറഞ്ഞിരുന്ന ആളുകൾ, നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ താനെ അത് തിരുത്തേണ്ടി വന്നു. അതിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനവും നടത്തി രംഗത്ത് വന്നില്ല, ഒരു ഗീർവാണവും മുഴക്കിയില്ല, ആരെയും വെല്ലുവിളിച്ചിട്ടില്ല. അപ്പോഴും അദ്ദേഹം സമാധാന ചിത്തതയോടുകൂടി തന്നിൽ ഏൽപ്പിക്കപ്പെട്ട താൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൗത്യം എന്താണോ അത് കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുകയാണ് ചെയ്തത്. കാലക്രമേണ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച നേതാവായി നരേന്ദ്രമോദി മാറി. അദ്ദേഹത്തിന് അതിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ക്ഷമയും അർപ്പണബോധവും ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് അതിന് കാരണം. എന്തെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് കിംവദന്തികൾ പറഞ്ഞു പരത്തി. മമതാ ബാനർജി ആയിരുന്നാലും കെജ്രിവാൾ ആയിരുന്നാലും, അതല്ല സാധാരണക്കാരൻ വരെ കയ്യിൽ ആയുധമെടുത്തു. നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂപുർ ശർമ്മയെ പിന്തുണച്ചൊരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന കാരണത്താൽ തയ്യൽ കടക്കാരനായിട്ടുള്ള കനയ്യലാലിനെ 2 മുസ്ലിം തീവ്രവാദികൾ കഴുത്തെടുത്തു. ഒരുത്തൻ 10 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ വളച്ചു പിടിച്ചിട്ട് കഴുത്തെടുത്തു. മറ്റവൻ വീഡിയോയ്ക്കകത്തത് പകർത്തുകയും ചെയ്തു. എന്നിട്ട് അവര് ബൈക്കിൽ കയറി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിത്തീർന്നിട്ട് എന്താ പറഞ്ഞത്? ആ കത്തിയും പൊക്കിപ്പിടിച്ചിട്ട് ലൈവ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട്. അടുത്തത് ഈ കത്തിയിൽ പുരളാനുള്ള ചോര നരേന്ദ്രമോദിയുടേതാണെന്നാ പറഞ്ഞത്. അവർക്കെതിരെ പോലും ഒരു ചെറുവിരൽ നരേന്ദ്രമോദി അനക്കിയില്ല. നിയമപരമായ രൂപത്തിൽ അവരെ കനയ്യലാലിന്റെ പേരിൽ പിടികൂടുകയല്ലാതെ നരേന്ദ്രമോദിയെ വകവരുത്തുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു FIR പോലും അത് പരാമർശിച്ചില്ല എന്നുള്ളതാണ്. അതെ, വരും ദിവസങ്ങളിൽ ക്രമേണ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന്. ആ നരേന്ദ്രമോദി പറയുകയാണ്, വഖഫ് ഭൂമി കയ്യേറ്റപ്പെട്ട നഷ്ടപ്പെട്ട ജനങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് മടക്കി തരും. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പാണ്, ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഉറപ്പാണ്. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന്. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പള്ളികളുടെ ഏതെങ്കിലും മതത്തിന് മറ്റൊരു മതവിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാനുള്ളതല്ല. ഇത് വിശ്വാസപരമായ അനുഷ്ഠാനപരമായ മതത്തിന്റെ ഒന്നിനെയും ബാധിക്കാതിരിക്കെ എന്തിനാണ് ഈ കൊള്ള സംഘത്തെ ഇങ്ങനെ കയറൂരി വിടുന്നത് എന്നതാണ് സാധാരണക്കാരന്റെ ചോദ്യം. ഏത് സമ്പത്ത്, ഏത് ഭൂമി വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് തട്ടിയെടുക്കാവുന്ന ഒരു രീതി ഒരിക്കലും നമുക്ക് ഈ രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഭരണഘടനാപരമായി നിയമസാധുതയോടുകൂടി തന്നെ ചെയ്യുന്ന ഈ കൊള്ളയടി അവസാനിപ്പിച്ചേ മതിയാകൂ. ഇടപെടുന്ന ഒന്നും ബില്ലിൽ ഇല്ല. നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 മണിക്കൂർ ബില്ലിന്മേൽ സഭയിൽ ചർച്ച നടത്തും. ശേഷം കിരൺ റിജിജു സഭയിൽ മറുപടി നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചയിൽ സംസാരിക്കും. ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സഭയിൽ എത്തിച്ചേർന്നിട്ടില്ല. പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPCക്ക് വിട്ടത്. സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല. പ്രതിപക്ഷം നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്രം അധികാരങ്ങളിൽ കൈകടത്തില്ല. സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശം ഉന്നയിക്കുന്നു. UPA ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരമാണ്. ഇപ്പോ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടില്ലായിരുന്നെങ്കിൽ പാർലമെന്റ് മന്ദിരം വരെ വഖഫിന്റെ കയ്യിലാകുമായിരുന്നു. നൽകിയത് UPA ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫിന് നൽകുമായിരുന്നു. നിങ്ങൾ മതത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ 70 വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു. ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കും. വഖഫ് ബോർഡിൽ വനിതാ പ്രാതിനിധ്യം എവിടെയാണ്? എല്ലാ വിഭാഗങ്ങളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിഭാവനം ചെയ്യുന്നത്. മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്നതല്ല ബോർഡെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. KCBCയും CBCIയും ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP മാർ ബില്ലിനെ എതിർത്താൽ ജനവിരോധം നേരിടേണ്ടി വരും. ബില്ലിൽ 284 സംഘങ്ങൾ അഭിപ്രായം അറിയിച്ചു. 97 ലക്ഷം നിർദ്ദേശങ്ങൾ JPCക്ക് ലഭിച്ചു. അതെല്ലാം വിശദമായി പരിശോധിച്ചു. ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. മതനേതാക്കളെ കണ്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു.
കോൺഗ്രസ് കാലത്തെ നിയമങ്ങൾ പോലെയല്ല. വഖഫ് നിയമനങ്ങളിൽ അടക്കം അധികാരം സംസ്ഥാനത്തിനായിരിക്കും. മുനമ്പത്ത് 600 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. ഭേദഗതി ബിൽ പാസ്സായാൽ അവരുടെ ഭൂമി തിരിച്ചു കിട്ടും, കിരൺ റിജിജു പറഞ്ഞു. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കുവാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ലിൽ നിഷ്കർഷിക്കുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഇപ്പോ അള്ളാഹുവിന്റെ പേരിലാണ് വഖഫ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഭൂമി ആധാരം ചെയ്യുന്ന ആളുകൾക്കറിയാം, പുതിയ നിയമം അനുസരിച്ച് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ചിത്രങ്ങൾ അതിനകത്ത് വെക്കും, ഫോട്ടോ. തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടി ആധാർ കാർഡും വെക്കും. അല്ല, പടച്ചോന്റെ ആധാർ കാർഡ് ഏതെങ്കിലും വഖഫ് സ്വത്തിൽ വെച്ചിട്ടുണ്ടോ? പോട്ടെ, നബിയുടെ ആധാർ വിവരങ്ങളെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ പടച്ചോനല്ലെങ്കിൽ അള്ളാഹുവിനും നബിക്കും കൂടിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ യുദ്ധമുതലുകളൊക്കെ അങ്ങനെയാ വീതിക്കുന്നത്. 3/1 അള്ളാഹുവിനും അവന്റെ ദൂതനുമായിട്ട് വീതിച്ച് നൽകണമെന്നാണ് റൂള്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ നബിയുടെ കയ്യിലാണ് വരുന്നത്. ഇനി പടച്ചോന് വേണ്ടിയിട്ടുള്ളത് നബിയെ ഏൽപ്പിച്ചാലും മതിയായിരിക്കും. ശരി, പടച്ചോനും നബിയും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണല്ലോ ഇസ്ലാം, ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ആരുടെ പേരിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയണ്ടേ? ഇനി അള്ളാഹുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അള്ളാഹുവിനു വേണ്ടി അകമഴിഞ്ഞ് ജനങ്ങൾ നൽകിയിട്ടുള്ള ഭൂമി, അതല്ലെങ്കിൽ സ്വത്തുക്കൾ, എങ്ങനെയാണ് ഇവർക്ക് മറ്റൊരു തേർഡ് പാർട്ടിക്ക് വിൽക്കാൻ സാധിക്കുന്നത്? ഫസ്റ്റ് പാർട്ടി നൽകുന്നു, സെക്കൻഡ് പാർട്ടി അത് ഏറ്റെടുക്കുന്നു വഖഫിന്റെ പേരിൽ. ശരി, അതിൽ അവസാനിക്കട്ടെ. ഇവർക്ക് എങ്ങനെയാണ് ഇത് മറിച്ച് വിൽക്കാൻ സാധിക്കുന്നത്? ഇപ്പം മുനമ്പമായിരുന്നാലും ഫറൂഖ് പ്രശ്നങ്ങളായിരുന്നാലും ഇതൊക്കെ ഓരോ വ്യക്തികൾ വഖഫിന് നൽകി, അതല്ലെങ്കിൽ വഖഫ് തട്ടിയെടുത്തു, കൊള്ള സംഘമാണ് തട്ടിയെടുത്തു. പിന്നീട് ഇത് എങ്ങനെയാണ് ഇത് തേർഡ് പാർട്ടിക്ക് വിറ്റത്? ആരാണ് വിറ്റത്? കോടികൾ വിലമതിക്കുന്ന ഭൂമി വിറ്റല്ലോ. ആർക്ക് വിറ്റു? എന്തിനു വിറ്റു? ആര് വിറ്റു? ആ പണം എവിടെ പോയി? അതിന്റെ ഉത്തരവാദികൾ ആരാണ്? അങ്ങനെയാണെങ്കിലും ഇവര് തട്ടിയെടുത്ത ആളുകൾക്ക് ഭൂമിയുമില്ല, പണവുമില്ല. ഇതെങ്ങനെ ശരിയാവും? അപ്പോഴും വഖഫിനകത്തെ കൊള്ളക്കാരെ, കൊള്ള സംഘത്തെ പുറത്തു കൊണ്ടുവരൽ ഒരു സർക്കാരിന്റെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയല്ലേ? അത് തന്നെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വഖഫിലെ ഭൂമി, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, മില്യൺ കണക്കിന് പണത്തിന്റെ സ്വത്തുക്കളാണ് ഇപ്പോൾ വഖഫിന്റെ കയ്യിലുള്ളത്. ആർക്കെങ്കിലും അന്യായമായി ഭൂമിയോ മുതലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പാണ് അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിരിക്കുമെന്നത്. നന്ദി.